ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ്. ഗോതമ്പ് പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി നല്ല ചൂടുള്ള വെള്ളം ചേർക്കണം. 1/2 കപ്പ് ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ചേർത്താൽ മാത്രമേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തണുത്ത് വരുന്ന സമയത്ത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് നല്ലത്. ചെറിയ ഉരുളകളാക്കി എടുക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ടെടുക്കാം. ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കട്ട ശർക്കര വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര നന്നായിട്ട് ഉരുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇട്ട് കൊടുക്കാം. ഈ ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ അതിലുള്ള അഴുക്കെല്ലാം പോകത്തുള്ളൂ. ഈ ഉരുളകളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ചേർക്കാം. പശുവിൻ പാലോ തേങ്ങാപ്പാലോ അതല്ലെങ്കിൽ പാൽപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടും ചേർക്കാം. ഞാനിവിടെ പാൽപ്പൊടി കലക്കിയതാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ പാൽപ്പൊടിയിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. ഈ പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് അടുപ്പ് മാറ്റാം. എന്നിട്ട് തുറന്നു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പാലൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും. പെട്ടെന്ന് റെഡിയാക്കാനും പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.